യേശുവിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ വലിയ സഹനങ്ങളിൽ ഒന്നായിട്ടാണ് പ്രസവവേദനയെ കാണാറുള്ളത്. ഈ പ്രസവവേദന, അതിനെ തുടർന്നുള്ള ദുഃഖം, ഇതെല്ലാം അമ്മമാർ തങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി സഹിക്കാറുണ്ട്. വചനം പറയുന്നത് പോലെ ഒരു കുഞ്ഞിനെ ലഭിക്കുമുള്ള സന്തോഷത്തിൽ ആ വേദനകൾ, ആ സങ്കടങ്ങളെല്ലാം അമ്മമാർ മറക്കുന്നുണ്ട്. ഇങ്ങനെയൊരു സഹനം ജീവിതത്തിലുണ്ടാകും എന്ന് കരുതി കുഞ്ഞുങ്ങളെ അമ്മമാർ വേണ്ടെന്ന് വയ്ക്കാറില്ല. എന്നാൽ ഇന്നത്തെ ആധുനിക ലോകത്തിൽ ചില സ്ത്രീകൾ ഈ സഹനം വേണ്ടെന്ന് വയ്ക്കാനായി സിസേറിയൻ ഓപ്പറേഷൻ നടത്തി കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുന്നുണ്ട്. എങ്കിലും പല അമ്മമാരും ആ സഹനങ്ങൾ സന്തോഷമായി സ്വീകരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുശേഷം ഒരു സന്തോഷം, ഒരു നന്മ, ഒരു ആത്മീയ നന്മ, ഒരു നേട്ടം ജീവിതത്തിൽ ദൈവം തരുന്നുണ്ട്. സഹനങ്ങൾ അതിനുവേണ്ടിയാണ് ചിലപ്പോഴൊക്കെ ദൈവം നമ്മളിൽ അനുവദിക്കുന്നതും. കുരിശില്ലാതെ കിരീടമില്ല എന്ന വചനം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിലെ സഹനങ്ങൾ നമ്മളെ വിശുദ്ധീകരിക്കുന്ന കൂടിയുണ്ട്. സഹനങ്ങളിലൂടെ വിശുദ്ധീകരണം നടന്ന് നമ്മൾ സ്വർഗരാജ്യത്തിന് അവകാശികളായി മാറുകയാണ് ചെയ്യുക. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.